ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സർക്യൂട്ട് മൊഡ്യൂളാണ്. ഇത് RF മൊഡ്യൂളാണ്. RF ഡിജിറ്റൽ ഡിസ്കണക്റ്റ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇതിൻ്റെ പ്രവർത്തന രീതികൾ, നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്യൂബ്, ലൈറ്റ്, ഫാനൊക്കെ എഴുന്നേറ്റ് പോയി ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ അവസരത്തിൽ നമുക്ക് ഇതുപോലൊരു മൊഡ്യൂൾ നമ്മുടെ AC സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഫാനും സ്വിച്ചും ഒക്കെ ഓണാക്കാൻ സാധിക്കും. അതിന് വളരെ ഉപകാരപ്പെടുന്ന നിസ്സാര വിലയേ ഉള്ളൂ. 500 രൂപയിൽ താഴെ ഇതിന് വില വരുന്നുള്ളൂ. ഇതിൻ്റെ കണക്ഷൻസുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ റിമോട്ടുണ്ട്. ഇത് ഓൺ ഓഫ് ആണ്. പിന്നെ ABC ഇത് 3 ഇത് ഔട്ട്പുട്ടുണ്ട്. അതായത് 3 കണക്ഷൻ നമ്മൾ കൊടുക്കാം. ഒന്ന് ഈ ഫാന്, അല്ലെങ്കിൽ ഒരു ലൈറ്റ്, ട്യൂബ്, അങ്ങനെ 3 കണക്ഷൻ നമുക്കിതിന് നൽകാൻ സാധിക്കും. 4 വേ ഉണ്ട്, അതുപോലെ 6 വേ ഉണ്ട്. അങ്ങനെ പല മൊഡ്യൂളുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മളിതിൻ്റെ കണക്ഷൻസുകളാണ് ഇനി അടുത്ത് നോക്കുന്നത്. ഈ കണക്ഷൻസുകൾ നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഞാനൊന്ന് വരച്ച് തരാം. അതായത് ഇത് RFൻ്റെ ഈ വെള്ള വയറെന്ന് പറയുമ്പോൾ RFൻ്റെ റിമോട്ട് സിഗ്നൽ പിടിക്കാൻ വേണ്ടിയുള്ളത്. അതിൻ്റെ IR സെൻസർ ഉപയോഗിച്ചുള്ള റിമോട്ടല്ല, ഇത് RF റിമോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിൽ എവിടെ കിടന്ന് വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഔട്ട്പുട്ടുള്ളത് 3 ഔട്ട്പുട്ടാണ് ഉള്ളത്. അതായത് 3 കണക്ഷൻസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നീടുള്ളത് ഒരു AC കറണ്ടാണ്. ഒരു ന്യൂട്രലും ഫേസും നൽകാനുള്ള ചുമന്നതും ഒരു ബ്ലാക്കും റെഡുമായിട്ടുള്ള വയറാണ്. പിന്നെ ഒരു കോമൺ വയറുണ്ട്. ഈ കോമൺ വയർ നമുക്ക് ന്യൂട്രലിൽ കണക്ട് ചെയ്താൽ മതി. ഞാനിതൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ അതിൻ്റെ സർക്യൂട്ട് ഏകദേശം വരച്ചിട്ടുണ്ട്. ഇതാണ് RF മൊഡ്യൂള്. അതുപോലെ തന്നെ ഇത് ന്യൂട്രൽ ലൈനാണ്, ഇത് ഫേസാണ്. ഓക്കെ, ഇത് സ്വിച്ചാണ്. 3 സ്വിച്ചാണ്. ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഈ റെഡ് വയർ നമ്മളിത് ഫേസാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. റെഡ് വയർ കൊണ്ട് ഫേസേ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ബ്ലാക്ക് രണ്ടും കൂടെ കോമൺ, അത് ന്യൂട്രലാണ്. അത് നമ്മൾ ന്യൂട്രൽ ലൈനെ കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ ഇനി ഔട്ട്പുട്ടാണ്. സാധാരണ നമ്മൾ സ്വിച്ച് ബോർഡിൽ ഒരു ഫേസ് നേരെ കൊണ്ട് കൊടുത്തിട്ട് ഓരോന്നും ഉപയോഗിക്കുകയാണ്. ഇത് നേരെ കൊടുക്കേണ്ട കാര്യമില്ല, സെപ്പറേറ്റ് കൊടുക്കണം. ഓരോ വയർ സെപ്പറേറ്റ് കൊടുക്കണം. ആദ്യം നമ്മൾ ഈ ബ്ലൂ കൊണ്ടുവന്ന് ഒരു സ്വിച്ചേ കൊണ്ട് കൊടുത്തു. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു വൈറ്റ് കൊണ്ടുവന്ന് അടുത്ത സ്വിച്ചേ കൊടുത്തു. അത് കഴിഞ്ഞ് യെല്ലോ കൊണ്ട് അടുത്ത സ്വിച്ചേ കൊണ്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കണക്ഷൻ. സംഭവം കഴിഞ്ഞു. ഇത് നമ്മൾ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ റിമോട്ടിൽ ഇപ്പോൾ A അടിക്കുമ്പോൾ ഒരു സ്വിച്ച് ഓൺ ആകുന്നു. ഇതിൻ്റെ റിലേ ഉണ്ട്. ഇതിൻ്റെ സർക്യൂട്ട് എന്ന് കാണിക്കാം. ഉണ്ടല്ലേ, 3 റിലേ ഉണ്ട്. ഇത് ഔട്ട്പുട്ട് 3 ഇതെല്ലാം കൂടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിമോട്ട് ഞെക്കുന്നതനുസരിച്ച് A ഞെക്കുമ്പോൾ ഫാൻ വർക്ക് ചെയ്യും, B ഞെക്കുമ്പോൾ ട്യൂബിൽ വർക്ക് ചെയ്യും, അതുപോലെ C ഞെക്കുമ്പോൾ നമ്മുടെ ബൾബും കത്തും. ഇത് ഓൺ ഓഫാണ്. ഉണ്ടല്ലേ, നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട ശേഷം നമ്മൾ കിടന്നുറങ്ങുക, റിമോട്ട് എടുക്കുക. ഓണോ ഓഫ് ആക്കണമെങ്കിൽ ഇത് ഓണും ഓഫ് ആക്കാം. ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ആക്കണമെങ്കിൽ A ഞെക്കുക, അടുത്തത് വർക്ക് ആക്കണമെങ്കിൽ B ഞെക്കുക, അടുത്തത് വർക്ക് ആക്കണമെങ്കിൽ C ഞെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.